ഞങ്ങൾ ഇപ്പോൾ യുദ്ധം അവസാനിപ്പിച്ചാൽ ഹമാസ് മടങ്ങിവരും, പുനർനിർമ്മിക്കും, അവർ വീണ്ടും എല്ലാം വീണ്ടെടുക്കും. ഇങ്ങനെയാണ് ജെറുസലേമിൽ നടന്ന ഒരു പത്രസമ്മേളനത്തിൽ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അതായത് യുദ്ധം ഒരു കാരണം കൊണ്ടും ഞങ്ങൾ നിർത്തില്ല എന്നാണ് നെതന്യാഹുവിന്റെ പുതിയ ആഹ്വാനം എന്ന് പറയുന്നത്. ട്രംപ് ജനുവരി 20 അധികാരമേൽക്കുമ്പോൾ യുദ്ധം നിർത്തും എന്നായിരുന്നു പല രാഷ്ട്രീയ നിരീക്ഷകരും കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇല്ല, യുദ്ധം നിർത്തില്ല, ഹമാസിന്റെ അന്ത്യം ഇപ്പോഴും ഞങ്ങൾ കണ്ടിട്ടില്ല, 50% മാത്രമേ ഞങ്ങളുടെ യുദ്ധത്തിനുള്ള ആ പര്യാപ്തമായ അല്ലെങ്കിൽ ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തിയിട്ടുള്ളൂ എന്നും നെതന്യാഹു പറയാതെ പറയുന്നുണ്ട്. എന്തായാലും ഇസ്രായേലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വിശാല ഇസ്രായേലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ സിറിയയിലെ ഗോലാൻ കുന്നുകളിലേക്കടക്കം വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുന്നത്. സിറിയയിലെ ഗോലാൻ കുന്ന് ഇസ്രായേൽ ഇപ്പോൾ കീഴടക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, സിറിയയും ഇസ്രായേലും മിഡിൽ ഈസ്റ്റിൽ യുദ്ധം നടന്നപ്പോൾ ഗോലാൻ കുന്ന് ഇസ്രായേൽ പിടിച്ചെടുക്കാൻ ഒരു ശ്രമം നടത്തി. അതിന്റെ പകുതി ഇസ്രായേലും പകുതി സിറിയയും പിടിച്ചെടുക്കുന്ന കാഴ്ചയും അതിനുശേഷം UN അവിടെ ഒരു ബഫർ സോൺ പ്രഖ്യാപിക്കുകയും അവിടെ സമാധാന സേനയെ വിന്യസിക്കുകയും ചെയ്തു. അവിടെയാണ് ഇസ്രായേൽ ഇപ്പോൾ മിന്നൽ നീക്കം നടത്തിയിരിക്കുന്നത്. സിറിയ ഇപ്പോൾ വിമതർ കീഴടക്കിയ ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ അതൊരു ചാൻസ് ആയി കണ്ടുകൊണ്ട് ഗോലാൻ കുന്നുകളിലേക്ക് കനത്ത ആക്രമണം അഴിച്ചുവിട്ട് അവിടെയുള്ള തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ്. പോരാത്തതിന് ഗോലാൻ കുന്നുകൾ ഇസ്രായേൽ പിടിക്കണം എന്ന് പറയുന്നതിൽ വേറൊരു കാര്യമുണ്ട്. കാരണം അവിടെ നിധി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നിധി എന്ന് പറയുമ്പോൾ അവിടെ മിനറൽസ് അഥവാ വലിയ രീതിയിലുള്ള ഖനനത്തിന് പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അവിടെ ബസാൾട്ട്, സ്മെക്ടൈറ്റ്, ഡിക്ടോഹെറൽ, മൈക്കാസിയൽ മിനറൽ എന്നിങ്ങനെയുള്ള മിനറൽസ് ആണ് ഗോലാൻ കുന്നിൽ അല്ലെങ്കിൽ ആ ഒരു പ്രതലത്തിൽ ഒളിഞ്ഞിരിക്കുന്നത്. അതും ഇസ്രായേലിന് വലിയ രീതിയിൽ ആ ഗോലാൻ കുന്നുകൾ കീഴടക്കാനുള്ള പ്രചോദനം നൽകുന്നു എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ലെബനന്റെ തെക്കൻ പ്രദേശമാണ് ഇസ്രായേൽ ഓൾറെഡി പിടിച്ചെടുത്തിരിക്കുന്നത്. തെക്കൻ പ്രദേശം ലെബനന്റെ പിടിച്ചെടുത്ത ശേഷം അവിടെ നിന്നും ആൾക്കാരെ ഇസ്രായേൽ ഒഴിപ്പിച്ചിരുന്നു. എന്നാൽ ലെബനനിൽ ഇസ്രായേൽ ഒന്ന് അയഞ്ഞപ്പോൾ തെക്കൻ പ്രദേശത്തേക്ക് ലെബനനിൽ ആൾക്കാർ തിരിച്ചു വരുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ അവരെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരാതിരിക്കാനായി ഇസ്രായേൽ പ്രയോഗിച്ചൊരു തന്ത്രമുണ്ട്. ലെബനനിൽ മൈനുകൾ ഇസ്രായേൽ വ്യാപകമായി കുഴിച്ചിട്ടു. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മൈനിൽ ചവിട്ടുകയും അറിയാതെ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഇസ്രായേൽ അവരോട് പറഞ്ഞു. അങ്ങനെ ഗോലാൻ കുന്നുകളും ലെബനന്റെ ഒരു പ്രദേശം മുഴുവനും ജൂതർക്കായി ഇസ്രായേൽ പിടിച്ചെടുത്തു കഴിഞ്ഞു. അതിനുശേഷം ഗാസ, വടക്കൻ ഗാസയിൽ 70,000 ആൾക്കാരെ ഒഴിപ്പിച്ച് വടക്കൻ ഗാസയാണ് ഇസ്രായേൽ പിടിച്ചെടുത്തത്. ഇസ്രായേലിന് ചുറ്റുമുള്ള സകല രാജ്യങ്ങളുടെയും ഓരോ പ്രദേശങ്ങളായി ഇസ്രായേൽ പിടിച്ചെടുത്ത് വിശാല ഇസ്രായേലിനായിട്ടുള്ള അവരുടെ പദ്ധതി വിപുലീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലോകം ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. അതിൻ്റെ ഇടയിലാണ് ഇനി ഞങ്ങൾ യുദ്ധം നിർത്തില്ല, ഹമാസിന്റെ അന്ത്യം പൂർണ്ണമായും കണ്ടാൽ മാത്രമേ ഞങ്ങൾ യുദ്ധം നിർത്തുകയുള്ളൂ എന്ന് നെതന്യാഹു പറയുന്നത്. തെക്കൻ ലെബനിൽ തിരികെ വരുന്ന ആൾക്കാരെ തിരികെ വരാതിരിക്കാൻ മൈനുകൾ കുഴിച്ചിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇസ്രായേൽ അപ്പോൾ സേഫായി എന്നുള്ളതാണ് വേറൊരു കാര്യം. വടക്കൻ ലെബനനിൽ ആൾക്കാരെ പുനരധിവസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ നടത്തുന്നു എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. വടക്കൻ ലെബനനും ഇസ്രായേലിന്റെ അധീനതയിലാക്കാനുള്ള ശ്രമം ഇസ്രായേൽ നടത്തുന്നു എന്നുള്ളത് വേറൊരു കാര്യം. അതിൻ്റെ ഇടയിലാണ് ഞാൻ വീണ്ടും പറയുന്നു, ഇസ്രായേൽ പറയുന്നത് ഹമാസിനുമായിട്ടുള്ള യുദ്ധം ഞങ്ങൾ നിർത്തില്ല എന്ന് വീണ്ടും പറയുന്നത്. ഞങ്ങളുടെ ബന്ദികളെ തിരിച്ചു കിട്ടണം എന്നും ഇപ്പോൾ നെതന്യാഹു കൃത്യമായി പറയുന്നു. സംഘർഷം 14ാം മാസത്തിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ഹമാസ് ഒറ്റപ്പെടുന്നത് ഒരു വലിയ വഴിത്തിരിവായാണ് ഞാൻ കാണുന്നത് എന്നും പറയുന്നു. ഇതോടുകൂടി വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ആ എന്നേക്കുമായുള്ള സ്വപ്നം 50% ഇസ്രായേൽ പൂർത്തീകരിച്ചതായും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.